നാം കാലേ കൂട്ടിക്കൊടുത്ത ആ അരി, ധാന്യം, അത് കേവലം സദക്ക മാത്രമായി മാറും. ഫിത്ർ സക്കാത്ത് നിർബന്ധമായും നാം വേറെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ മാസം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസത്തിൻ്റെ പരിസമാപ്തിയോടുകൂടെ നിർബന്ധമാകുന്ന ഒരു കർമ്മമാകുന്നു ഫിത്ർ സക്കാത്ത് അഥവാ ശരീരത്തിൻ്റെ സക്കാത്ത്. ഫിത്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് തുറ എന്നാണ് അർത്ഥം. നോമ്പിൻ്റെ സമ്പൂർണമായ തുറ അഥവാ പരിശുദ്ധമായ ശവ്വാൽ മാസപ്പിറവി, അതോടുകൂടെ നിർബന്ധമാവുന്ന ഒരു കർമ്മമായതുകൊണ്ടാണ് ഇതിന് ഫിത്ർ സക്കാത്ത് എന്ന് പേര് വെക്കപ്പെട്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറയുന്നു, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഫിത്ർ സക്കാത്ത് നൽകിയവനും അള്ളാഹുവിൻ്റെ നാമത്തെ ഉച്ചരിക്കുകയും അഥവാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുകയും പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തവർ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ഫിത്ർ സക്കാത്ത് നിർബന്ധമാവാൻ വലിയ ധനികൻ ആവണമെന്നൊന്നുമില്ല. ഒരാൾക്ക് അവന്റെ മൊത്തം സമ്പാദ്യം വിറ്റാൽ അവന്റെയും അവന്റെ ആശ്രിതരുടെയും പെരുന്നാൾ ദിവസം അന്നത്തെ രാവിലും പകലുമുള്ള ഭക്ഷണം, വസ്ത്രം, അവരോട് യോജിച്ച വീട്, വല്ല കടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വീട്ടാനുള്ള വക, ഇതെല്ലാം കഴിച്ച് അവന്റെ മൊത്തം സമ്പാദ്യത്തിൽ വല്ലതും ബാക്കി വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെല്ലാവരും ഫിത്ർ സക്കാത്ത് നൽകാൻ നിർബന്ധമായും കടമപ്പെട്ടവരാകുന്നു. എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അവകാശപ്പെട്ട ഫക്കീർ മിസ്കീന്മാർ അവർ സക്കാത്ത് നൽകാൻ നിർബന്ധമായവരും കൂടെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. റമദാനിൻ്റെ അവസാന ഭാഗവും ശവ്വാലിൻ്റെ ആദ്യ ഭാഗവും എത്തിയവരുടെ മേലാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളത്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, റമദാൻ മാസത്തിലെ അവസാന നിമിഷം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടി റമദാനിൻ്റെ അവസാനം എത്തിച്ചവനായി, ശവ്വാലിൻ്റെ ആദ്യവും എത്തിച്ചവനായി. അതുകൊണ്ട് ആ കുട്ടിയുടെ പേരിൽ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. റമദാൻ മാസത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ജീവനോടുകൂടെ റമദാനിൻ്റെ അവസാന ഭാഗം എത്തിച്ചു, പക്ഷേ ശവ്വാലിൻ്റെ ആദ്യ ഭാഗം എത്തിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് ഫിത്ർ നൽകേണ്ടതില്ല. ശവ്വാൽ മാസപ്പിറവി കണ്ടതിൻ്റെ ശേഷം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടി റമദാൻ മാസത്തിന്റെ അവസാനം എത്തിക്കാത്തതിന്റെ പേരിൽ ആ കുട്ടിയുടെ പേരിലും ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല. ശവ്വാൽ മാസപ്പിറവി കണ്ടതിന്റെ ശേഷം ഒരാൾ മരണപ്പെട്ടാൽ അയാൾ വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തിലുണ്ട്, ശവ്വാൽ മാസപ്പിറവിയുടെ സമയത്തുമുണ്ട്. അതുകൊണ്ട് അയാളുടെ പേരിൽ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാന ഭാഗവും ശവ്വാൽ മാസത്തിന്റെ ആദ്യ ഭാഗവും ഹയാത്തോടുകൂടെ, ജീവനോടുകൂടെ ആരെല്ലാം ഇരിപ്പുണ്ടോ അവരുടെ പേരിലെല്ലാം ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. ഒരാൾ അയാളുടെ ശരീരത്തൊട്ടും അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന, അയാൾ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ചെറിയ മക്കൾ, സമ്പാദ്യമില്ലാത്ത മാതാപിതാക്കൾ തുടങ്ങിയവരുടെ പേരിലൊക്കെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ്. ഫിത്ർ സക്കാത്ത് അതിൻ്റെ മാനദണ്ഡം അളവാകുന്നു, തൂക്കമല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി കണക്കാക്കിയിട്ടുള്ളത് ഒരാളുടെ പേരിൽ ഒരു സ്വാഅ് എന്നാണ്. ഒരു സ്വാഅ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാകുന്നു. സ്വാഅ്, മുദ്ദ് എന്നെല്ലാം പറഞ്ഞത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സർവ്വവ്യാപകമായി ഉണ്ടായിരുന്ന അളവ് പാത്രങ്ങളാണ്. ഇന്നത്തെ
നിലവിലുള്ള അളവ് പാത്രം അനുസരിച്ച് ഒരു സ്വാ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ആയി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്വാ സമം 4 മുദ് അഥവാ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും എന്നാണ് കണക്ക്. ഈ സ്വാഇനെയും മുദ്ദിനെയും ലിറ്ററിനെയും ഒന്നും നമുക്ക് കിലോ കണക്കിൽ കൃത്യമായി അളന്നെടുക്കൽ പ്രയാസകരമാകുന്നു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും മുൻഗാമികളും അനുഗമിച്ചു വന്ന സ്വാ മുദ് തുടങ്ങിയ അളവ് പാത്രങ്ങളെ ആശ്രയിക്കൽ തന്നെയാണ് നമുക്ക് വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന മുദ്ദുപാത്രം, ആ മുദ്ദുപാത്രത്തിന്റെ അതേ അളവോടുകൂടെ ഇന്ന് നിലവിൽ മുദ്ദുപാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ മുദ്ദുപാത്രത്തിന് 4 മുദ്ദ് കൂടിയാൽ ഒരു സ്വാ ആയി. അതാണ് ഒരാളുടെ പേരിൽ ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. തൂക്കം നോക്കിയാൽ ഒരു പക്ഷേ ഒരു മുദ്ദിൽ 600 മുതൽ അല്ലെങ്കിൽ 650 മുതൽ 700 വരെയൊക്കെ കണ്ടുവരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള സ്വാ പാത്രം, അതിൽ ഇന്നത്തെ നിലവിലുള്ള അരികൾ നാം അളന്നാൽ പല അരികളും പല തൂക്കത്തിലായാണ് നമുക്ക് ലഭിക്കുന്നത്. 2400 മുതൽ 2700, 2750 വരെയൊക്കെ ചില അരികൾ തൂക്കത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 2 കിലോ 800 ഗ്രാം അരി ഒരാളുടെ പേരിൽ ഫിത്ർ സക്കാത്തായി നൽകിയാൽ അവൻ സൂക്ഷ്മമായും ഫിത്ർ സക്കാത്ത് നിർബന്ധമായ കണക്ക് നൽകിയവനായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശവ്വാൽ മാസപ്പിറവിയോട് കൂടെയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുന്നത് എങ്കിലും റമദാൻ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് നൽകാവുന്നതാണ്. പക്ഷേ അത് നിർബന്ധമാകുന്ന സമയമായ ശവ്വാൽ മാസപ്പിറവിയുടെ സമയത്ത് നാം മുൻകൂട്ടി നൽകിയ ഫിത്ർ സക്കാത്ത് വാങ്ങിയ ആൾ ശവ്വാൽ മാസപ്പിറവിയുടെ സമയത്തും വാങ്ങാൻ അവകാശപ്പെട്ടവനായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സക്കാത്ത് വീടുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, നമ്മുടെ വീട്ടുകാരുടെ ഫിത്ർ സക്കാത്ത് റമദാൻ മാസം ആദ്യം തന്നെ നാം കൊടുത്തു. നമ്മുടെ കയ്യിൽ നിന്ന് ഫിത്ർ സക്കാത്ത് വാങ്ങിയ ആളുകൾ റമദാൻ അവസാനമായപ്പോഴേക്കും അവർ വല്ല വിധേനയും സക്കാത്തിന്റെ അവകാശികളല്ലാത്ത ധനികന്മാരായി മാറിയാൽ നാം കാലേ കൂട്ടിക്കൊടുത്ത ആ അരി, ധാന്യം, അത് കേവലം സദക്ക മാത്രമായി മാറും. ഫിത്ർ സക്കാത്ത് നിർബന്ധമായും നാം വേറെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് ശവ്വാൽ മാസപ്പിറവി ഉറപ്പായതിന്റെ ശേഷം കൊടുക്കലാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഫിത്ർ സക്കാത്ത് നൽകലാണ്. കാരണമില്ലാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് ഫിത്ർ സക്കാത്ത് പിന്തിക്കൽ ഹറാമാണ്. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഫിത്ർ സക്കാത്ത് ആയി നൽകേണ്ടത്? കിതാബുകളിൽ കാണാം, മിൻ ഗാലിബി ഖൂത്തിൽ ബലദ്, സക്കാത്ത് ദാതാവിന്റെ നാട്ടിലെ സാധാരണ ഭക്ഷണധാന്യത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ സക്കാത്ത് നൽകുന്ന വ്യക്തി അയാളുടെ നാട്ടിൽ സാധാരണയായി ജനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഭക്ഷണധാന്യം ഏതാണോ അതാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത്. നമ്മുടെ നാട്ടിൽ അരിയാണ് ജനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നാം അരി നൽകേണ്ടതാണ്. ഒരാളുടെ വീട്ടിൽ ആ വീട്ടിലെ എല്ലാവരും ഭക്ഷണമായി ഉപയോഗിക്കുന്നത് കോറപ്പുല്ലാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ അവന്റെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നത് കോറപ്പുല്ലായതുകൊണ്ട് അവൻ അത് നൽകിയാൽ പോരാ, അവൻ താമസിക്കുന്ന ആ നാട്ടിലെ ജനങ്ങളുടെ സാധാരണ ഭക്ഷണമായ ധാന്യമാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ കിതാബുകളിൽ കാണാം, വലാ തുജ്സിഉ ഖീമത്തുൻ, ഫിത്ർ സക്കാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹ് നടപ്പാക്കിയതുപോലെ ധാന്യം തന്നെ നൽകേണ്ടതാണ്. വലാ തുജ്സിഉ ഖീമത്തുൻ, അതിന്റെ വില നൽകിയാൽ മതിയാവുകയില്ല. പ്രവാസികളായ സഹോദരന്മാർ, അവർക്ക്
അവർ താമസിക്കുന്ന ഭാഗത്ത് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ആളെ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മദ്ഹബിൽ ഫിത്ർ സക്കാത്ത് നക്കൽ ചെയ്യൽ, മറ്റു നാടുകളിലേക്ക് നക്കൽ ചെയ്യൽ ജായിസാണ് എന്ന് പറഞ്ഞ രണ്ടാമത് ഖൗൽ എടുത്തുകൊണ്ട് അവർക്ക് നാട്ടിൽ ഫിത്ർ സക്കാത്ത് നൽകാൻ വേണ്ടി വക്കാലത്താക്കാവുന്നതാണ്. നാം നൽകുന്ന ഫിത്ർ സക്കാത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിയുടെയും ശരീരത്തിന്റെ സക്കാത്തായി നിർബന്ധമാക്കിയ പുണ്യകർമ്മമായതിനാൽ നൽകുന്നത് ധാന്യത്തിലെ മുന്തിയ തരത്തിൽ നിന്ന് ആവാൻ വേണ്ടി നാം ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസിൽ കാണാം, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുഹറത്തൽ ലിസ്വാഇമി മിനർ റഫസി വൽ ലഗ്വി വതുഅമത്തൽ ലിൽ മസാകീൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫിത്ർ സക്കാത്തിനെ നിർബന്ധമാക്കിയത് നോമ്പുകാരന് വേണ്ടാത്ത സംസാരങ്ങളും വേണ്ടാത്ത പ്രവൃത്തികളും കാരണത്താൽ അവന്റെ നോമ്പിനേറ്റ ക്ഷതം പരിഹരിക്കപ്പെടാൻ വേണ്ടിയും പാവപ്പെട്ടവന് ഭക്ഷണമാവാൻ വേണ്ടിയുമാകുന്നു. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരായ വക്കീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ സംബന്ധിച്ച് സഹ്വിന്റെ 2 സുജൂദുകൾ ഏത് സ്ഥാനത്താണോ അതേ സ്ഥാനമാകുന്നു. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നാൽ അത് സഹ്വിന്റെ 2 സുജൂദുകൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ നോമ്പിൽ കാര്യമായ ക്ഷതമേറ്റാൽ അത് പരിഹരിക്കാൻ സക്കാത്തുൽ ഫിത്ർ അഥവാ ഫിത്ർ സക്കാത്ത് കാരണമായി തീരുന്നുവെന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഫിത്ർ സക്കാത്ത് നൽകുകയും അല്ലാഹുവിന്റെ നാമത്തെ പറയുകയും പെരുന്നാൾ നിസ്കരിക്കുകയും ചെയ്തവർ വിജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഒക്കെ പരിശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.